എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. പെരുമഴയല്ലേ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലേ, അത്രയ്ക്ക് മഴയാണ്. അല്ലെങ്കിൽ ഇടയ്ക്കൊരു വെയിലൊക്കെ വരുമായിരുന്നു, ഇപ്പോൾ അതും ഇല്ല കേട്ടോ, ഒട്ടും വെയിലില്ല, അടമഴയാണ്. അപ്പോൾ തുണി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നലെ രാത്രിക്ക് ഞാൻ എന്താക്കി, ഈ നമ്മളെ ഹോളിൽ മൊത്തം അയക്കോല് കിട്ടിയിട്ട് ഞാൻ ഈ തുണിയെല്ലാം എടുത്തിട്ട് കൊണ്ടിട്ടു. കാരണം എന്താ വെച്ചാൽ കുറേ തുണി പെൻഡിങ്ങിലുണ്ട്, ഇതെല്ലാം ഉണങ്ങി കിട്ടണ്ടേ. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഉണങ്ങിയതുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് മടക്കി വെച്ചിട്ട് ബാക്കിയെടുത്ത് മേലെ കൊണ്ടിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് കർക്കിടകം 1 കേട്ടോ, ചൊവ്വാഴ്ചയാണ്. അപ്പം മാത്രമല്ല മഴ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊന്നും സ്കൂളില്ലല്ലോ, സ്കൂള് അവധിയാണല്ലോ, മിക്ക സ്ഥലങ്ങളിലും സ്കൂൾ അവധിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പല്ല് തേക്കുവാണ്. പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാക്കും ബ്രഷ് എല്ലാം എടുത്തു കൊടുത്തു. പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം, ചിറ്റുവിൻ്റെ ബ്രഷ് എടുത്തു കൊടുത്തു, അനുവിൻ്റെ ബ്രഷ് എടുത്തു കൊടുത്തു, ഞാൻ എൻ്റെ ബ്രഷ് എടുത്ത് പല്ലിയേക്കാണ്. അപ്പോൾ ആ സമയത്ത് ഈശ്വരൻ ബാത്റൂമിൽ പോയി, ഒന്നും അറിയണ്ടല്ലോ, നല്ല സുഖമല്ലേ. അപ്പോൾ നമ്മൾ പല്ലിയോട് പല്ല് തേയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ബ്രഷ് ഈ വലുതായിരിക്കുന്നത്, ചിറ്റുവിൻ്റെ ബ്രഷ് മാത്രം ചെറുതല്ലേ. അപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ട് കുറേ കരയുന്നുണ്ട് കേട്ടോ, കരഞ്ഞ് ബലം വെക്കുന്നുണ്ട്. കാരണം അവന് വലിയ ബ്രഷ് വേണമെന്ന് പറഞ്ഞിട്ട് അലമ്പാക്കിയേ. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെയോ കുളിപ്പിച്ച് എല്ലാവരും റെഡിയാക്കി അവിടെ ഇരുത്തി, ഞാനും റെഡിയായി. അപ്പോൾ കീച്ചേട്ടൻ കുളിച്ച് റെഡിയായി വന്നു, വാതിലടിച്ചു, നമ്മൾ പോവാണ്. അപ്പോൾ അവൻ്റെ കളിക്കുന്ന സാധനമൊക്കെ എടുത്ത് കൈമ പിടിച്ചിട്ടുണ്ട് കേട്ടോ, പോകുന്ന വഴിക്ക് കളിക്കാനായിരിക്കും. അപ്പോൾ ഞാൻ മിക്കവാറും കാറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഇങ്ങനത്തെ കളിക്കുന്ന സാധനം കൊണ്ടുവന്ന് അധികം അങ്ങനെ ചെയ്യാറ്. പിന്നെ പൂക്കുന്ന തമ്പലം വിട്ടിട്ട് നമുക്കൊരു കളിയില്ല, നമ്മൾ ആദ്യം പൂക്കുന്ന തമ്പലത്തിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു, എന്നിട്ടാട്ടോ മല്ലത്തേക്ക് പോകുന്നത്. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ, ഇങ്ങനെ കണ്ണ് കുത്തുന്ന മഴയായിരുന്നു. പിന്നെ നമ്മൾ നാഗത്തിൻ്റെ അവിടെ തൊഴാൻ പോയിട്ടോ, മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തൊഴുതിട്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോവാം കേട്ടോ, പ്രസാദം വാങ്ങിച്ച് നമ്മൾ നേരെ മല്ലത്തേക്ക് പോവാണ്. പിന്നെ ഇതെന്ന് പറയുന്നത്, ഇത് നമ്മുടെ ചട്ടഞ്ചാല്, അതായത് കാസർഗോഡ് ചട്ടഞ്ചാലിനും തെക്കിൽ പാലത്തിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഒരുപാട് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ മറ്റേ സിമെൻറ്റ് ഇട്ടിട്ട് ഇവരിങ്ങനെ സൈഡിൽ ഇങ്ങനെ മണ്ണ് വീഴാതിരിക്കാനൊക്കെ ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നടപ്പിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിടാറുണ്ട്, മിക്ക മഴക്കാലത്ത് അവിടെ മണ്ണിടിച്ചിൽ പതിവാണ്. അപ്പോൾ ഇതിലേക്കൂടെ പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ശരിക്കും അവിടെ കടന്നു പോകുന്നവരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അവിടെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴും. അങ്ങനെ നമ്മൾ മല്ലത്തെ അമ്പലത്തിലെത്തി. നമുക്കിവിടെ അർച്ചനയ്ക്ക് എന്തെങ്കിലും വേണ്ട പൂക്കളൊക്കെ പുറത്തുണ്ട് കേട്ടോ, വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചുള്ളിൽ ദേവിക്ക് ചാർത്താൻ വേണ്ടി കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്പലത്തിൽ. ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കും, നമ്മൾ രാവിലെ പോയായിരുന്നു, അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ, നല്ലൊരു സമാധാനമായ അന്തരീക്ഷമായിരുന്നു. കുറച്ച് സമയം അവിടെ ഇരുന്നു. എന്ത് പറ്റിയോ എന്തോ, രണ്ടാൾ അടങ്ങിയിരിപ്പുണ്ട്, അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന നല്ലവർ രണ്ടാളും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് കടയൊക്കെ കണ്ടല്ലോ, ഇപ്പോൾ ഈ ബോളൊക്കെ തൂക്കി കിടക്കുന്നുണ്ടപ്പോൾ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെ അവിടെ പോയി ഒരു ബോളൊക്കെ വാങ്ങിച്ചു. പിന്നെ ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ 2 ക്യൂടെക്സ് എടുത്തു കേട്ടോ. അങ്ങനെ കിട്ടിയതെല്ലാം മേടിച്ച് നമ്മളിങ്ങനെ ബോവിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു, ചായ കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കയറി, ഒരു വെജ് ഹോട്ടലിലാട്ടോ ചായ കുടിക്കാൻ കയറിയത്. അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇഡ്ഡലി വടയായിട്ട്, നമ്മൾ 3 പറഞ്ഞത് ഇഡ്ഡലി വടയാണ്. അപ്പോൾ അബുവിന് വട വലിയ ഇഷ്ടമില്ല, അപ്പോൾ പിന്നെ വട ഞാൻ കഴിച്ചു, ഇഡ്ഡലി മാത്രം അവൻ കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലി പോലെയല്ല, ഈ ഇഡ്ഡലിക്ക് കുറച്ചൊരു വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഒരു സീറയും കൂടെ വാങ്ങിച്ചു കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ വിട്ടു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് അമ്മ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോട് ഞാൻ മുറിച്ചേരാം, ഇന്നിപ്പോൾ വേറെ പണിയൊന്നും എടുത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സുലുവെട്ടി വന്നു, അവരോട് കുറച്ച് സമയം സംസാരിച്ച് വേഗം കഷ്ണമൊക്കെ മുറിച്ചു കേട്ടോ. അപ്പം ഞാൻ വരുമ്പോൾ കുറച്ച് മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തീൻ്റെ മുട്ട എടുത്തിട്ട് വറക്കണം എന്ന് ഗീശേട്ടൻ പറഞ്ഞിനെ. അങ്ങനെ ഞാൻ മത്തീൻ്റെ മുട്ടയും മീനൊക്കെ ക്ലീനാക്കി വെച്ചു. ഞാൻ തന്നെ ക്ലീൻ ആക്കേണ്ടി വന്നു, കാരണം അമ്മയ്ക്ക് ഈ മഴയത്ത് മത്തീൻ്റെ ഉടുമ്പൊന്നും അത്ര പിടിക്കില്ല. അപ്പോൾ അമ്മ പറഞ്ഞു നീ തന്നെ ക്ലീൻ ആക്കിത്താൽ ഞാൻ കറിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ കറി വെച്ച ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കറി വെച്ചാൽ എനിക്ക് കുറച്ച് വൈകുന്നേരം വീട്ടിലേക്കും കൊണ്ടുപോകാമല്ലോ. അങ്ങനെ കറിയുടെ ടേസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ. വേറെ ആരെങ്കിലും വെച്ച് തരുമ്പോൾ നമുക്ക് എന്തോ ഒരു രുചിയല്ലേ. അങ്ങനെ കറിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ, ഉച്ചയാകുമ്പോൾ ചോറും കഴിച്ചു. വൈകുന്നേരത്തേക്കുള്ള കറി എടുത്ത് നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള ചേട്ടാ.